അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മുഴുവൻ ഉഴുന്നിട്ട് കൊടുക്കാം. തോടില്ലാത്ത ഉഴുന്ന് തന്നെ എടുക്കാം. ഇനി ഉഴുന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉഴുന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. തോടില്ലാത്ത ചെറുപയർ പരിപ്പുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഉഴുന്നിൽ ധാരാളം കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവ ഉള്ളതുകൊണ്ട് പല്ലുകളുടെയും അതുപോലെ തന്നെ എല്ലുകളുടെയും ആരോഗ്യത്തിനും ഓർമ്മശക്തി നിലനിർത്താനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ഒരുപാട് നല്ലതാണ് ഉഴുന്ന്. ഉഴുന്നിൽ ഫാറ്റ്, കൊളസ്ട്രോൾ കുറവാണ്. അതുപോലെ തന്നെ ഉഴുന്നിൽ ധാരാളം പ്രോട്ടീനുകളും നാരുകളും വൈറ്റമിനുകളും അയണും ഫോളിക് ആസിഡും ഉള്ളതിനാൽ കുട്ടികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അമ്മമാരുടെ ആരോഗ്യത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഉഴുന്ന്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മസിലുകളുടെ വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് ഉഴുന്ന്. പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് ഉഴുന്ന്. ദിവസവും ഭക്ഷണത്തിൽ ഉഴുന്ന് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കുറച്ചും കൂടെ ഒന്ന് റോസ്റ്റ് ആവാനുണ്ട്. ഇപ്പോൾ റോസ്റ്റായി വരുന്ന സമയത്ത് നല്ലൊരു മണം വരും. ഇപ്പോൾ ഉഴുന്നും ചെറുപയർ പരിപ്പും ഒക്കെ നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് നല്ലപോലെ ഒന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ച് എടുത്ത ശർക്കരയാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഓർഗാനിക് ശർക്കരയാണ്. ഇതുപോലത്തെ ഓർഗാനിക് ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടികല്ല് വെച്ചിട്ട് സാധാരണ ശർക്കര പൊടിച്ചെടുത്താലും മതി. ഇതാകുമ്പോൾ കല്ലും മണ്ണും അഴുക്കൊന്നും ഉണ്ടാവില്ല ഈ ഓർഗാനിക് ശർക്കരയ്ക്ക്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഉഴുന്നും ചെറുപയർ പരിപ്പൊക്കെ അളന്നെടുത്തിട്ട് ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ ശർക്കരയും 1.5 ഗ്ലാസ് അളന്നെടുത്താൽ മതി. നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ അളന്നിട്ടെടുക്കുക. നമ്മൾ ഈ പൊടിച്ച ശർക്കര ആയതുകൊണ്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് മെൽറ്റ് ആയി കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നല്ലത് ശർക്കരയിൽ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ്. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി, നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ അതുപോലെ തന്നെ നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് ശർക്കര എടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം ഒരു മധുരം ഉണ്ടാവുള്ളൂ. നല്ല മധുരം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ശർക്കരയ്ക്ക് പകരം 2 കപ്പ് ശർക്കര എടുക്കുക. ഇനി ഇതിലേക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 or 3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ടീസ്പൂണേ ഒഴിക്കുന്നുള്ളൂ. നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കല്ലുമണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഓർഗാനിക് ശർക്കര ആയതുകൊണ്ട് കല്ലും മണ്ണും അഴുക്കില്ലാത്തതുകൊണ്ട് അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തു. ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഉഴുന്നിൻ്റെയും ചെറുപയർ പരിപ്പിൻ്റെയും ചൂട് മാറിയിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത ഉഴുന്ന് പരിപ്പിൻ്റെയും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പിൻ്റെയും ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 3 ഏലക്കയൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ടെടുക്കുക. ഒരുപാട് വലിയ തരികൾ ഉണ്ടാകാൻ പാടില്ല. ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ ശർക്കര പാനിയുടെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഒരുപാട് ചൂടാവാൻ പാടില്ല. ചെറിയൊരു ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ. പൊടിച്ചെടുത്ത ചെറുപയർ പരിപ്പും അതുപോലെ ഉഴുന്നും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഫുൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുക്കരുത്. ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാം എന്താ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ് അളവിലാണ് നിങ്ങളെല്ലാം അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ 1 ഗ്ലാസ് പാലെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
പശുപാലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിലും ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും തേങ്ങാപ്പാലിൽ ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ, എല്ലാവരുടെ വീട്ടിലും ചിലർക്ക് തേങ്ങാപ്പാലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പശുപാലിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ളത് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊന്നും കൂടി പോകരുത്, ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാനിൽ നിന്ന് ഇതുപോലെ ചെറുതായിട്ട് വിട്ട് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ പറ്റും. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. നല്ലതുപോലെ പാനിൽ നിന്ന് വിട്ട് വരണം. ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇപ്പം കണ്ടില്ലേ, പാനിൽ നിന്ന് നല്ലതുപോലെ ഇതാ വിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇതുപോലെ ഒന്ന് വിട്ട് വരണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ചെറിയ ചെറിയ ബൗളുകളിലേക്ക് ഇതങ്ങ് നിറച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പറിൽ ലെവൽ ചെയ്ത് ഷേപ്പാക്കി സെറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. അതുപോലെ കുറച്ച് മിക്സ് എടുത്ത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് തടവിയ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. സ്പൂണിൻ്റെ മറുവശത്ത് നെയ്യ് തടവിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നല്ല ചൂടാണ്. ഇപ്പോൾ അതാ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ബൗളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടർ പേപ്പറിൽ വെച്ച് റോളൊക്കെ ചെയ്തിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 10 മിനിറ്റൊക്കെ ഫ്രീസ് ചെയ്തെടുത്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഉഴുന്ന് വെച്ചിട്ടുള്ള ബർഫി എല്ലാം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളടങ്ങിയ ഉഴുന്ന് വെച്ചിട്ടുള്ള സ്നാക്സ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണ പലഹാരമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇതുപോലെ ഉഴുന്ന് വെച്ചിട്ടുള്ള സ്നാക്സ് ഒക്കെ തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് ഇതുപോലെ ഉഴുന്ന് വെച്ചിട്ടുള്ള സ്നാക്സ് ഒക്കെ തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്